ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിബിസോയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്, ഇപ്പോൾ ചൂട് സമയമാണല്ലോ, ഭയങ്കരമായിട്ട് ചൂട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നമ്മളെ ചൂട് സമയത്ത് ഒരു ആശ്വാസമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ആഹാരമൊക്കെ കുറച്ചേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആഹാരമായിട്ടും ഒരു നല്ലൊരു ഡ്രിങ്കായിട്ടും നമുക്ക് ഈ ജ്യൂസ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകളെന്ന് പറയുന്നത്, നമ്മൾ തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, 2 ഞാലിപ്പൂവൻ പഴം, ഒരു ആപ്പിള്, ഒരു മാങ്ങാപ്പഴം, പിന്നെ മുന്തിരിങ്ങ, പിന്നെ കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചസാര. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ എടുത്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തണ്ണിമത്തനാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. കുരു ഒന്നും കളയുന്നില്ല, നമ്മൾ അതേപടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ, പഴം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് എടുത്ത് ജ്യൂസ് അടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കും കൂടെ ആവും. അപ്പം നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് ഒരുമിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് പൈനാപ്പിൾ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡിയായി. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഫ്രൂട്ട്സിനൊക്കെ മധുരം ഉള്ളതാണല്ലോ. നമ്മൾ ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. തണ്ണിമത്തന് വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി വെള്ളത്തിന് ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു ഏലക്ക അതിനകത്ത് ചതച്ചിടാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ ടേസ്റ്റും ഇത് സ്മെല്ലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട്, ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ വിശപ്പും ദാഹവും മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ ജ്യൂസായിട്ടാണെങ്കിൽ അതിന് വെള്ളം മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ജ്യൂസായിട്ട് തന്നെ എപ്പോഴും കുടിച്ചാലൊരു രസമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഓരോ ഫ്രൂട്ട്സിനും ഓരോ ടേസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.